ഹായ് ഹലോ അസ്സാം വലൈക്കും റമളാൻ മുബാറക്. എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം? നോമ്പൊക്കെ നല്ല സുഖമായിട്ട് തന്നെ പോകുന്നുണ്ടെന്ന് വിചാരിച്ചാണ്. ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് നല്ല സ്പോഞ്ച് പോലെ താരൊക്കെ വന്നിട്ടുള്ള ഓട്ടറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഒരുവിധം എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണുക. പുതിയ വ്യൂവേഴ്സൊക്കെ ഉണ്ട് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് പറയണേ. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് അങ്ങോട്ട് പോയാലോ. അപ്പോൾ നല്ല പഞ്ഞി പോലത്തെ ഓട്ടട ഉണ്ടാക്കാൻ ഞാൻ 2 കപ്പ് പച്ചരിയാണ് കേട്ടോ വെള്ളത്തിൽ കുതിർത്തൊക്കെ ഉണ്ട്. അങ്ങനെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ അരച്ചു കൊടുക്കണേ. അങ്ങനെ ഒറ്റ പ്രാവശ്യമായിട്ട് അരച്ചെടുക്കുന്നവർക്ക് അങ്ങനെ അരച്ചെടുക്കാം. അങ്ങനെ ഞാൻ 1/4 കപ്പ് ചോറും 1/4 കപ്പ് തേങ്ങയും പാകത്തിന് കല്ലുപ്പും 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല മഷി പോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഇതാ ഞാൻ അരച്ചെടുത്ത മാവ് വേറൊരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള അരിയും കൂടിയും നമുക്ക് ഇതേപോലെ തന്നെ അരച്ചെടുക്കണം. 1/4 കപ്പ് ചോറ്, 1/4 കപ്പ് തേങ്ങ, 1/4 കപ്പ് വെള്ളം, പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ല നൈസാക്കിയിട്ട് തന്നെ അരച്ചെടുത്ത് കൊണ്ടുവരാം. അതും എന്നിട്ട് ഈ പാത്രത്തിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഈ മാവ് ഒന്ന് കറക്റ്റാക്കി എടുക്കണം. അതിനിപ്പോൾ ഞാൻ ആദ്യം ഒരു 1/4 കപ്പ് വീതം വെള്ളം വെച്ചിട്ടാണ് അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് പാകം നോക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ലാസ്റ്റ് ഒഴിച്ചത് 1 കപ്പ് വെള്ളമാണ് കേട്ടോ. അതും സാധാ വെള്ളമല്ല, നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ നമുക്ക് ഇഷ്ടത്തിന് തേങ്ങയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 1 കപ്പ് തേങ്ങയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ പിന്നെ നല്ലോണം മിക്സ് ആക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ഓട്ടടക്കുള്ള മാവ് റെഡിയായി. അപ്പോൾ ഞാൻ അടുപ്പൊക്കെ കത്തിച്ച് ഓട്ടടക്കുള്ള ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കയ്യിലത്തെ മാവ് ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഫസ്റ്റത്തൊക്കെ 1-2 എണ്ണമൊക്കെ ചിലപ്പോൾ ശരിയായില്ല എന്ന് വരും. പ്രശ്നമാക്കണ്ട, അങ്ങനെ തന്നെ ശരിയായിക്കോളും. ഇപ്പം ഞാൻ ചുട്ടതൊക്കെ ഒരു വിധമൊക്കെ ഞാൻ വിചാരിച്ചിലും നന്നായിട്ടുണ്ട്. നല്ലോണം പൊങ്ങി ഉള്ളിൽ ആരൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ അയൽവാസിത്താത്താക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഓട്ടട നല്ല ഇഷ്ടമാണ്. അതുപോലെ തന്നെ ബാബുവിനും. രാവിലത്തെ കടി എന്താ ഉണ്ടാക്കണമെന്ന് എന്നുള്ളത് ചോദിച്ചാൽ 2 കടിയേ ആദ്യം അവൾക്ക് പറയുള്ളൂ: അപ്പം, ഓട്ടട. ഞാൻ അങ്ങനെ മാറ്റി മറിച്ചൊക്കെ പിന്നെ അങ്ങനെ ഉണ്ടാക്കണതാണ്. ഒരേ കടി തന്നെ എനിക്ക് എപ്പോഴും ഇഷ്ടമില്ലാത്തതുകൊണ്ട്. പിന്നെ ഓട്ടട എന്ന് പറഞ്ഞാൽ അടുപ്പത്തുണ്ടാക്കുന്ന ടേസ്റ്റ് നമ്മൾ ഗ്യാസുമ്മൽ ഉണ്ടാക്കിയാൽ കിട്ടണില്ല കേട്ടോ. പിന്നെ ഓട്ടട ചുട്ടെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തീയാണ്. ചട്ടി നല്ലോണം ചൂടാവണം. നമ്മൾ പത്തിരിക്കൊക്കെ ചുട്ടെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല തീയിലാണല്ലോ ചുട്ടെടുക്കാറുള്ളത്. അതായത് ആ ഒരു അടുപ്പിൻ്റെ ചൂട് ഓട്ടടക്കും വേണം. ഞാൻ എത്ര പെട്ടെന്നാണെന്നറിയോ ഇപ്പോൾ ഓട്ടട ചുട്ടെടുക്കണത്. എൻ്റെ അഭിപ്രായത്തിൽ ഓട്ടട ചുടാൻ വേഗമുണ്ട്. ചട്ടി ചൂട് കുറയാൻ പാടില്ല. എന്നാൽ നല്ലോണം അങ്ങോട്ട് ഓവറായിട്ട് കത്തിച്ച് വിടും വേണ്ട. ഇനി ഞാൻ തീ കത്തിക്കാൻ പറഞ്ഞിട്ട് ഓവറായിട്ട് കത്തിക്കുകയൊന്നും ചെയ്യല്ല കേട്ടോ. നമുക്ക് 1-2 പ്രാവശ്യം ചുടുമ്പോൾ തന്നെ ഏകദേശം അതിൻ്റെ ഒരു ഐഡിയ കിട്ടും. അങ്ങനെ നമ്മൾ ഓട്ടടയൊക്കെ ചുട്ട് കഴിഞ്ഞു. കണ്ടില്ല, നല്ല പഞ്ഞി പോലത്തെ ഓട്ടടയാണ്. പൊളിച്ചും കൂടി കാണിച്ചു തരാം. നോക്കിയാൽ തന്നെ കാണാൻ പറ്റും നല്ല ആരൊക്കെ വന്ന സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയ ഓട്ടടയാണ്. അപ്പോൾ ഇങ്ങനെ ആരൊക്കെ എടുത്ത് വരാനുള്ളൊരു സൂത്രപ്പണിയും കൂടി ഞാൻ പറഞ്ഞു തരാം. നല്ല ചൂടായ ഓട്ടട ചട്ടിയിൽ ഓട്ടട മാവ് പാർന്ന ശേഷം ഉടനെ തന്നെ അങ്ങോട്ട് അടച്ച് വെക്കരുത്. ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാൻ വൈകിപ്പിച്ചാൽ മതി. എന്നാൽ ഉള്ളിൽ നല്ലോണം ആരൊക്കെ വന്ന് ഓട്ടട പൊങ്ങി വരും. അപ്പോൾ ഈ ഒരു ഓട്ടടക്ക് കറി പോലും വേണമെന്നില്ല കേട്ടോ. നല്ല ചൂടോട് കൂടി തന്നെ ഒരു ഗ്ലാസ് ചായ മതി. അപ്പോൾ നല്ല സോഫ്റ്റോട് കൂടി ആരൊക്കെ എടുത്ത് പൊങ്ങി വന്ന ഈ ഓട്ടടങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് മറക്കാതെ ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് താഴത്തൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ ആ ബെല്ലൈക്കണം അമർത്തിയിട്ട് ഓൾ ഓപ്ഷനാക്കി വെക്കാനും കൂടി മറന്നു പോകരുത്. അപ്പോൾ അടുത്തൊരു ഷെയർ വീഡിയോ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. അസ്സലാമു അലൈക്കും.